ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരവധിക്ക് അവൻ നാട്ടില് അമ്മയുടെ അടുത്തെത്തി. അവിടെ വെച്ച് അവൻ കാണുന്ന അടുത്ത കോമ്പൗണ്ടില് പുതിയ താമസക്കാർ. അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവനവളോട് ഇഷ്ടമായി. അത് പറയുകയും ചെയ്തു. പക്ഷെ കുറച്ച് നാളത്തേക്ക് അവർക്ക് മാറിയിരിക്കേണ്ടി വന്നു. അപ്പോൾ അവൻ അവൾക്ക് കത്തുകൾ അയച്ചു. പ്രണയലേഖനങ്ങൾ. ഇപ്പോഴത്തെ പ്രണയങ്ങളിൽ ശരിക്കും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ലവ് ലെറ്റേഴ്സ്. എന്നാൽ അങ്ങനെ ഒരെണ്ണം കിട്ടുന്നതിൻ്റെ സുഖം, അതൊന്ന് വായിക്കുന്നതിൻ്റെ ഒരു കുളിര്, അത് ഇച്ചിരി പ്രത്യേകത തന്നെയല്ലേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ. ഒരുപാട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നാൽ നേരിട്ട് കാണുമ്പോഴോ ഇതെല്ലാം മറന്നുപോകും. തൊണ്ട വരണ്ടു പോണ പോലെയാ തോന്നുന്നത്. ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഇങ്ങനെ പറയാൻ കഴിയാത്ത കാര്യങ്ങളില്ലേ, അത് ലവറിനെ അറിയിക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ: എഴുതി കൊടുക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒബാമയുടെ ലവ് ലെറ്റേഴ്സ് ആയിരുന്നു നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒബാമയുടെ ബയോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഒബാമ എഴുതിയ ലവ് ലെറ്റേഴ്സ് എക്സ് ഗേൾ ഫ്രണ്ട്സ് കൊടുത്തു. നമ്മൾ എന്താണോ, നമ്മുടെ ഡീപ്പ് ഫീലിങ്സ് എന്താണോ, ഇതൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും മറ്റേയാളെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ തന്നെ ഇരിക്കില്ലേ, അപ്പം ഇതെല്ലാം മനസ്സിലേക്ക് വരും. അപ്പം വേണമെങ്കിൽ അതൊരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അതുമാത്രമല്ല, ഈ റിട്ടേൺ ലെറ്ററിൻ്റെ ഒരു ഇൻറ്റിമസി ഇല്ലേ, ഇത് തരാനായിട്ട് ഒരിക്കലും വാക്കുകൾക്ക് പറ്റില്ല. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റാത്തത് കാണും. വേറൊന്നുകൊണ്ടുമല്ല, ചെറിയൊരു ബുദ്ധിമുട്ട്. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ശാദ്രുദ്ദീൻ? ഏത് രീതിയിലാണ് കാര്യങ്ങൾ തുറന്നു പറയുക? ഫോൺ വഴിയാണോ, SMS വഴിയാണോ? കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഫോണാണ് നല്ലത്. SMS എഴുതി കൊടുക്കുമല്ല കുറച്ചുകൂടി ഇന്റിമസി? അല്ലല്ല, നമുക്ക് ഒരു മെസ്സേജിലൂടെ കാര്യങ്ങൾ ചിലപ്പോ ഒന്നുമില്ല ക്ലിയർ ആവൂല. SMS ആയിട്ട് ടൈപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഫോണിൽ കൂടി നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതെ അതെ അതെ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഇന്നിതാ എൻ്റെ ചോദ്യം: ലവറിൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഏതാ ഏറ്റവും നല്ലത്? ഫോൺ വഴി പറയാണോ, SMS വഴി പറയാണോ? ഉത്തരം ഒന്ന് പോൾ ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ. മനസ്സിൽ തോന്നുന്ന ഇഷ്ടം എത്ര നാൾ ഒളിപ്പിച്ച് വെക്കാം? പക്ഷേ ആ ആള് ചിലപ്പോൾ നഷ്ടപ്പെടും. അതിനിട വരുത്തണം. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ എൻ്റെ റീനുവിൻ്റെ അടുത്ത് ഇന്നൊരു ഇഷ്ടം തുറന്നു പറയാൻ ഒരാൾ എത്തിയേക്കാം. കേട്ടു നോക്കാം. എന്റെ പേര് ഹരിയായിരുന്നു. അവളുടെ പേര് ലക്ഷ്മി എന്നാണ്. അവളെന്റെ ക്ലാസ്മേറ്റ് തന്നെയാ. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അവളെ. പക്ഷെ ഞങ്ങള് ആദ്യം ഫ്രണ്ട്ഷിപ്പ് ചെയ്ത് ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ. പക്ഷെ എനിക്ക് അവളോട് ഇതുവരെ പറയാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ ധൈര്യം ശേഖരിച്ച് ഓണർ വിളിച്ച് പറയുമായിരുന്നു ഐ ലവ് യു ലക്ഷ്മി. ഇതുപോലെ പറയണോ ഒരിഷ്ടം ആരോടെങ്കിലും? എന്നാൽ 56070 മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്.